Hello and welcome to Module 0 of the UX Design Foundation course by Stoll. ഈ മൊഡ്യൂളിൽ യു എക്സ് ശരിക്കും എന്താണെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ജോബ് മാർക്കറ്റ് എന്തുകൊണ്ടാണ് കൺഫ്യൂസ് ചെയ്യുന്നതെന്നും എങ്ങനെ ഒരു മോഡേൺ ഡിസൈനർ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാമെന്നും ഡിസ്കസ് ചെയ്യാം. ഈ മൊഡ്യൂളിലെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഞാൻ പറയാം. ഈ മൊഡ്യൂൾ തീരുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് യു എക്സ് ജോബ് മാർക്കറ്റിൻ്റെ റിയൽ സ്റ്റേറ്റ് മനസ്സിലാവുകയും യു എക്സും യു ഐയും സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ ടേംസിൽ ഡിഫൈൻ ചെയ്യാനും ഗ്രേറ്റ് യൂസർ എക്സ്പീരിയൻസിൻ്റെ 4 കോർ ക്വാളിറ്റീസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും എങ്ങനെ യു എക്സ് സ്ട്രാറ്റജി ബിസിനസ്സിൻ്റെ വാല്യൂ ഡ്രൈവ് ചെയ്യുന്നത് മനസ്സിലാക്കാനും ഒരു യു എക്സ് ഡിസൈനർക്ക് വേണ്ട തിങ്കിങ് ഡിസൈനർ മൈൻഡ് സെറ്റ് എങ്ങനെ അഡോപ്റ്റ് ചെയ്യണമെന്നതിൻ്റെ ബേസിക്സും മനസ്സിലാക്കാം. റിയാലിറ്റി ഓഫ് യു എക്സ് ജോബ് മാർക്കറ്റ്. ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈസ് യു എക്സ് റിയലി ബൂമിങ്? എസ് എന്നും കേൾക്കാറുണ്ട്, നോ എന്നും കേൾക്കാറുണ്ട്. നിങ്ങൾ കേട്ടിരിക്കാം കമ്പനീസ് എവ്രിവെയർ ആർ ഹയറിങ് യു എക്സ് ഡിസൈനേഴ്സ് എന്ന്. ഒരുപാട് ജോബ് പോസ്റ്റിങ്ങും കണ്ടിരിക്കാം. എന്നാൽ അതുപോലെ തന്നെ മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആണെന്നും ജൂനിയർ ഡിസൈനേഴ്സിന് ജോബ് കണ്ടെത്താൻ പറ്റുന്നില്ലെന്നും നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും എങ്ങനെ ശരിയാവും? ആക്ച്വലി യു എക്സ് റോൾസ് ആർ ഇൻ ഡിമാൻഡ്. പക്ഷേ എംപ്ലോയേഴ്സ് ലുക്ക് ഫോർ ഡിസൈനേഴ്സ് ഹു ക്യാൻ തിങ്ക്. അവർക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനേഴ്സിനെ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഡിസൈനേഴ്സിനെയൊക്കെയാണ് ആവശ്യം. നോട്ട് ജസ്റ്റ് പീപ്പിൾ ഹു ക്യാൻ ഓപ്പറേറ്റ് ടൂൾസ്. ഒരു ജിമ്മിൽ ഒരുപാട് പേര് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരുപാട് പേര് കാർഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ വളരെ കുറച്ച് പേരൊക്കെയാണ് അത്ലറ്റിക് ബോഡി ഉണ്ടാവുള്ളൂ. അതിൻ്റെ കാരണം അവർക്കാണ് ഡിസിപ്ലിൻ എന്താണ്, ടെക്നീക്ക് എന്താ, സയൻസ് എന്താ, ഡയറ്റ് എന്താ, എങ്ങനെയാണ് എല്ലാം വർക്ക് ചെയ്യുക എന്ന് മനസ്സിലാക്കി പഠിച്ച് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവുക. യു എക്സും അതുപോലെ തന്നെയാണ്. ജസ്റ്റ് ലേണിംഗ് ഫിഗ്മ അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ നോക്കി ടൂൾസ് പഠിക്കുന്നത് നിങ്ങളെ ഒരു ഡിസൈനർ ആക്കില്ല. യൂസറിന് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കി, യൂസർ ബിഹേവിയർ മനസ്സിലാക്കി, യൂസറിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഡിസൈനേഴ്സിന് ഇന്നും യു എക്സ് ജോബ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. ഇതിൽ നിന്നുള്ള കീ ടേക്ക് അവേ: കമ്പനീസ് ഡോണ്ട് ഹയർ ടൂൾ യൂസേഴ്സ്, ദേ ഹയർ തിങ്കേഴ്സ് who can solve problem, test ideas and improve experience. ഇനി വാട്ട് ദിസ് കോഴ്സ് ഈസ് നോട്ട് ആൻഡ് ഹൂ ദിസ് കോഴ്സ് ഈസ് ഫോർ. ആദ്യമേ തന്നെ ഈ കോഴ്സ് ആർക്ക് വേണ്ടിയുള്ളതാണെന്ന് ഞാൻ പറയാം. ഈ കോഴ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻറ്റ് എക്സ്പ്ലോറിംഗ് ക്രിയേറ്റീവ് കരിയേഴ്സ്, ഫൗണ്ടേഴ്സ് ഇംപ്രൂവിങ് ദെയർ പ്രൊഡക്റ്റ്, ഫ്രീലാൻസേഴ്സ് ഓർ ക്രിയേറ്റേഴ്സ് ഷേപ്പിംഗ് ബെറ്റർ എക്സ്പീരിയൻസ്. യു എക്സ് ഒരു കരിയർ സ്കില്ലല്ല. അതുകൊണ്ട് തന്നെ ഇത് വെറും ജോബ് ഹണ്ടിന് വേണ്ടി മാത്രമുള്ള ഒരു കോഴ്സായിട്ട് കാണരുത്. ഇറ്റ്സ് എ ലൈഫ് സ്കിൽ. ഗുഡ് യു എക്സ് ഈസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ. ഇനി വാട്ട് ദിസ് കോഴ്സ് ഈസ് നോട്ട്. ഒരു ക്വിക്ക് ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം. ഇതൊരു ക്രാഷ് കോഴ്സ് അല്ല, ഗെറ്റ് എ ജോബ് ഇൻ 30 days പ്രോഗ്രാമും അല്ല. ഇത് പഠിച്ചതുകൊണ്ട് ഒരു ജോബ് നിങ്ങൾക്ക് 100% കിട്ടുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. നമ്മളിവിടെ പ്രോസസ്സാണ് ഫോക്കസ് ചെയ്യുന്നത്, പ്രോമിസസ് അല്ല. മാസ്റ്റർ ദ പ്രോസസ് ആൻഡ് ദ റിസൾട്ട് വിൽ ഫോളോ. നൗ മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. വാട്ട് ഈസ് യൂസർ എക്സ്പീരിയൻസ് അഥവാ യു എക്സ്? യൂസർ എക്സ്പീരിയൻസ് ഓർ യു എക്സ് ഈസ് ദ ഓവറോൾ എക്സ്പീരിയൻസ് എ പേഴ്സൺ ഓർ എ യൂസർ has when interacting with a product or service. ഒരു യൂസർ ഒരു പ്രൊഡക്റ്റോ സർവീസോ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ യൂസർക്ക് കിട്ടുന്ന ഓവറോൾ എക്സ്പീരിയൻസ് ആണ് യൂസർ എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴുണ്ടാവുന്ന എക്സ്പീരിയൻസ് മാത്രമല്ല, ആ പ്രൊഡക്റ്റിൻ്റെ ഡിസ്കവറി, അതായത് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് യൂസർ അറിയുമ്പോൾ തൊട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് അത് യൂസ് ചെയ്ത് അതിനുശേഷം അതിൻ്റെ സപ്പോർട്ട് വരെയുള്ള എല്ലാ പ്രോസസ്സിൻ്റെയും ഓവറോൾ എക്സ്പീരിയൻസ് ആണ് യൂസർ എക്സ്പീരിയൻസ്. ഇറ്റ്സ് ഹൗ എ പ്രൊഡക്റ്റ് ഫീൽ ടു യൂസ് ആൻഡ് ഹൗ വെൽ ഇറ്റ് ഹെൽപ്പ് സംവൺ ടു അച്ചീവ് ദെയർ ഗോൾ.
ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റോ സർവീസോ ആവാം, അത് ഒരു പെന്നാവാം, ഒരു അച്ചാർ കുപ്പി ആവാം, ATM മെഷീൻ ആവാം, ഫുഡ് ഡെലിവറി ആപ്പ് ആവാം, ഒരു സലൂണിലെ ഹെയർ കട്ട് ആവാം, ഈവൺ ഒരു പ്ലംബിംഗ് സർവീസ് വരെ ആവാം. യൂസർ എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്യാൻ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു ടെക്കിൻ്റെയോ ആവശ്യമില്ല. ഗുഡ് UX എപ്പോഴും ട്രസ്റ്റ് ബിൽഡ് ചെയ്യും, ആൻഡ് ട്രസ്റ്റ് വാല്യൂ ബിൽഡ് ചെയ്യും, വാല്യൂ എപ്പോഴും ബിസിനസ് ബിൽഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ കമ്പനീസ് ആർ ഹയറിങ് ലോട്ട് ഓഫ് UX ഡിസൈനേഴ്സ് ഹൂ ക്യാൻ ബിൽഡ് റിയൽ വാല്യൂ ടു ദെയർ ബിസിനസ് ഓർ പ്രൊഡക്ട്സ്. ഇനി നമുക്ക് UXൻ്റെ 4 പില്ലേഴ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് യൂസബിലിറ്റി, സെക്കൻഡ് വൺ എക്വിറ്റബിൾ, തേർഡ് വൺ ഈസ് എൻജോയബിൾ, ഫോർത്ത് വൺ ഈസ് യൂസ്ഫുൾ. ആദ്യം യൂസബിൾ എന്താണെന്ന് നോക്കാം. ഈസ് ഇറ്റ് ഈസി ടു യൂസ്? എ യൂസബിൾ ഡിസൈൻ ഈസ് ക്ലിയർ ആൻഡ് ഇൻറ്റ്യൂട്ടീവ് ഡിസൈൻ. യൂസറിന് അടുത്തത് എന്ത് ചെയ്യണമെന്ന് വിത്തൗട്ട് ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കേണ്ടത്. ഒരു പ്രൊഡക്റ്റ് യൂസബിൾ ആവാൻ വേണ്ടി ഡിസൈനർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചോദിക്കേണ്ട 2 ചോദ്യങ്ങളാണ്: ക്യാൻ ദേ ഫൈൻഡ് വാട്ട് ദേ നീഡ്? ക്യാൻ ദേ കംപ്ലീറ്റ് ദ ടാസ്ക് വിത്തൗട്ട് ഫ്രസ്ട്രേഷൻ? ഈ 2 ചോദ്യത്തിനും ഉത്തരമുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് യൂസബിൾ ആണ്. സെക്കൻഡ് വൺ ഈസ് ഇക്വിറ്റബിൾ. ഈസ് ഇറ്റ് ഡിസൈൻ ഫോർ എവ്രി വൺ? എക്വിറ്റബിൾ ഡിസൈൻ എന്നാൽ ഡൈവേഴ്സ് എബിലിറ്റി ബാക്ക്ഗ്രൗണ്ടും ഉള്ള യൂസേഴ്സിന് ജെൻഡർ, ഏജ്, ലാംഗ്വേജ്, കൾച്ചർ അല്ലെങ്കിൽ ഫിസിക്കൽ എബിലിറ്റീസ് എന്നിവ പരിഗണിക്കാതെ ഹൈ ക്വാളിറ്റി എക്സ്പീരിയൻസ് ഉറപ്പാക്കുക. ഇതെല്ലാവർക്കും സെയിം റിസോഴ്സസ് നൽകുന്നതിനപ്പുറം ഇക്വിറ്റി എന്നാൽ ആളുകൾക്ക് അവരുടെ നീഡ്സ് അനുസരിച്ച് റൈറ്റ് റിസോഴ്സ് നൽകുക എന്നതാണ്. ഉദാഹരണത്തിന് ടെക്സ്റ്റ് ആൾട്ടർനേറ്റീവ്സ്, വിഷ്വൽസിന് കൊടുക്കുന്നത്, ആക്സസിബിൾ ഫോണ്ട് സൈസസ് കൊടുക്കുന്നത്, ഇൻക്ലൂസീവ് ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു ടാസ്ക് പൂർത്തിയാക്കാൻ മൾട്ടിപ്പിൾ വേസ് പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം ഇതിന് ഉദാഹരണമാണ്. എക്വിറ്റബിൾ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻസ് ഡിസൈനറോട് തന്നെ എപ്പോഴും ചോദിക്കണം. 1. ഈ പ്രൊഡക്റ്റ് യൂസേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് എബിലിറ്റീസിനും സുഖകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ? ഈ ഡിസൈൻ ബയാസസും അസംഷൻസും എല്ലാം അവോയ്ഡ് ചെയ്തിട്ടുണ്ടോ? ഡിഫറെൻറ്റ് യൂസർ നീഡ്സും കോണ്ടെക്സ്റ്റും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണോ ഡിസൈൻസ് ചെയ്തേക്കുന്നത്? ഇക്വിറ്റബിൾ ഡിസൈൻ എപ്പോഴും എല്ലാവരെയും എംപവർ ചെയ്യും, ആവറേജ് യൂസറിനെ മാത്രമല്ല. തേർഡ് വണ്ണാണ് എൻജോയബിൾ. എ പ്രൊഡക്റ്റ് മേ വർക്ക് വെൽ, ബട്ട് ഡസ് ഇറ്റ് മേക്ക് പീപ്പിൾ സ്മൈൽ? ഒരു പ്രൊഡക്റ്റ് നന്നായി ഫങ്ഷനലി വർക്ക് ചെയ്തേക്കാം, പക്ഷേ അത് ആളുകൾക്ക് ഒരു ഡിലൈറ്റ്ഫുൾനെസ്സോ സ്മൈലോ തരുന്നില്ലെങ്കിൽ ഡസ് ഇറ്റ് ഫീൽ സ്മൂത്ത്? അത് തോട്ട്ഫുൾ ആണോ? ഇമോഷണലി റിവാർഡിംഗ് ആണോ? എൻജോയബിലിറ്റി ഫങ്ഷണാലിറ്റിയുടെയും അപ്പുറത്താണ്. ഇറ്റ്സ് അബൌട്ട് കണക്ഷൻ ആൻഡ് ഡിലൈറ്റ്. ഇറ്റ് ടേക്സ് എ ഫങ്ഷണൽ പ്രൊഡക്ട്സ് ആൻഡ് ഇലവേറ്റ് ഇറ്റ്. ഒരു പ്രൊഡക്റ്റ് എൻജോയബിൾ ആവാൻ വേണ്ടി ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതാണ്. ഈ ഡിസൈൻ യൂസർ ഇമോഷൻസ് പരിഗണിക്കുന്നുണ്ടോ? ഡിലൈറ്റ്ഫുൾ മൊമെൻറ്റ് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇത് യൂസേഴ്സിനെ പ്ലസൻ്റ്ലി എൻഗേജ്ഡ് ആക്കി നിർത്തുന്നുണ്ടോ? സട്ടിൽ അനിമേഷൻസും പ്ലേഫുൾ മൈക്രോ കോപ്പിയും ചെക്കൗട്ട് ഫ്ലോവും ഒക്കെ ഇതിൻ്റെ ഗുഡ് എക്സാമ്പിൾസാണ്. ഇതുപോലുള്ള ടെക്നിക്കൽ ആൻഡ് ഡിസൈൻ ജാർഗൺസ് കേട്ട് ഞെട്ടണ്ട. വരും മൊഡ്യൂളുകളിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. 4th പില്ലറാണ് യൂസ്ഫുൾ. ഡസ് ഇറ്റ് സോൾവ് എ റിയൽ പ്രോബ്ലം? നമ്മുടെ പ്രൊഡക്റ്റ് ഒരു റിയൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടോ? ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ഒരു ആക്ച്വൽ യൂസറിൻ്റെ നീഡ് നിറവേറ്റുകയും അത് അവരുടെ ലൈഫിലെ വാല്യൂ ആഡ് ചെയ്യുകയും ചെയ്യും. ഇത് യൂസബിലിറ്റിയേക്കാൾ ഡിഫറെൻ്റ് ആണ്. യൂസബിൾ എന്നത് ഈസി ടു യൂസ് ആണ്, ഉപയോഗിക്കാൻ എളുപ്പം. എന്നാൽ യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത് വെർത്ത് യൂസിങ് ആണ്. പല ഗ്രാഫിക് ഡിസൈനേഴ്സിനും പ്രശ്നം പറ്റുന്നത് ഇവിടെയാണ്. ഒരു പ്രൊഡക്റ്റ് അഥവാ ഒരു ക്രിയേറ്റീവ് കാണാൻ ഭംഗിയുണ്ടെന്ന് കരുതി അത് യൂസ്ഫുൾ ആവണമെന്നില്ല. യൂസ്ഫുൾ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഡിസൈനേഴ്സ് ചോദിക്കേണ്ട ചോദ്യം ഇതൊക്കെയാണ്. ഡസ് ദിസ് ഡിസൈൻ സോൾവ് റിയൽ യൂസർ പ്രോബ്ലം?
Does it add measurable value to users' experience? Does it help users accomplish a meaningful goal? Useful product fit naturally into someone's life and make it better. ഇനി ഡിസൈൻ ആസ് എ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. മോഡേൺ ഓർഗനൈസേഷൻസ് യു എക്സിനെ ബിസിനസ് സക്സസിൻ്റെ ഒരു സ്ട്രാറ്റജിക് ഡ്രൈവറായിട്ടാണ് കാണുന്നത്. പല മോഡേൺ കമ്പനീസും ഇതിൻ്റെ എക്സാമ്പിളാണ്. ആപ്പിള് സിംപ്ലിസിറ്റിയും ഇമോഷനും ഫോക്കസ് ചെയ്യുന്നതും, എയർബിഎൻബി ട്രസ്റ്റും സ്റ്റോറി ടെല്ലിങ്ങും ഫോക്കസ് ചെയ്യുന്നതും, ടെസ്ല ഫ്രിക്ഷൻലെസ് ഡിജിറ്റൽ ജേണി ഫോക്കസ് ചെയ്യുന്നതും, സ്പോട്ടിഫൈ പേഴ്സണലൈസേഷനും ഫ്ലോവും ഫോക്കസ് ചെയ്യുന്നതും ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഡിസൈൻ ഈസ് ഇൻ ഡെക്കറേഷൻ. ഡിസൈൻ ഒരു ഡയറക്ഷനാണ്. യു എക്സ് ഗ്രോത്തിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലോയൽറ്റിയെയും ബ്രാൻഡ് ട്രസ്റ്റിനെയും എല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ടോപ്പ് കമ്പനീസ് യു എക്സ് സ്ട്രാറ്റജി കൺസിഡർ ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ കൺഗ്രാജുലേഷൻസ്. ഇഫ് യു റീച്ച്ഡ് അറ്റ് ദിസ് പോയിൻറ്റ് യു ആർ ഡൂയിങ് അമേസിങ്. ഒരുപാട് പേര് വെൻ തിങ്സ് ഫീൽ ടു ബേസിക് ആവുമ്പോൾ ഡ്രോപ്പ് ചെയ്യാറുണ്ട്, നിർത്തി പോവാറുണ്ട്. ബട്ട് യു അണ്ടർസ്റ്റുഡ് സംതിങ് ഡീപ്പർ. മാസ്റ്ററി എപ്പോഴും ബിഗിൻ ചെയ്യുന്നത് ഫൗണ്ടേഷനിലാണ്. ആൻഡ് വി ആർ നോട്ട് ജസ്റ്റ് ലേണിംഗ് ഡിസൈൻ ടൂൾസ്, വി ആർ ബിൽഡിംഗ് ദ മൈൻഡ് സെറ്റ് ഓഫ് റിയൽ ഡിസൈനർ. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദിസ് തിങ്, ഇഫ് യു ആർ ലേണിംഗ് സംതിങ് ന്യൂ, എംപ്റ്റി യുവർ കപ്പ്. അൺലേൺ, ലേൺ, അൺലേൺ. നമ്മളിപ്പോൾ യു എക്സ് എന്താണെന്ന് പഠിച്ചു. നൗ യു ഐ എന്താണെന്ന് പഠിക്കാം. എന്നാലല്ലേ നമുക്ക് യു എക്സും യു ഐയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. എ യൂസർ ഇൻ്റർഫേസ് അഥവാ യു ഐ is a point of interaction and communication between a user and a system, device or service. ഒരു യൂസർ ഇൻ്റർഫേസ് എന്നത് ഒരു യൂസറും സിസ്റ്റമോ ഡിവൈസോ സർവീസോ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ, കമ്മ്യൂണിക്കേഷനോ എന്നിവയുടെ ഒരു പോയിൻ്റോ അല്ലെങ്കിൽ മീഡിയമോ ആണ്. It acts as a medium that allow users to send input and receive feedback, enabling them to accomplish their task effectively. ഇത് യൂസേഴ്സിന് ഇൻപുട്ട് അയക്കാനും സിസ്റ്റത്തിൽ നിന്നോ സർവീസിൽ നിന്നോ ഉള്ള ഫീഡ്ബാക്ക് തിരിച്ച് വാങ്ങാനോ ഉള്ള ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കും. അതുവഴി അവർക്ക് ചെയ്തു തീർക്കേണ്ട ടാസ്ക് ഇഫക്റ്റീവായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും. ഒരു നല്ല യൂസർ ഇൻ്റർഫേസ് എസ്റ്റാബ്ലിഷ്ഡ് ഡിസൈൻ പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്യും. അത് യൂസറിൻ്റെ ടാസ്കിലേക്കുള്ള നാവിഗേഷൻ ഇൻഡ്യൂട്ടീവ് ആക്കുകയും ഇൻട്രാക്ഷൻസ് പ്രെഡിക്റ്റബിൾ ആക്കുകയും അതുമൂലം ഓവറോൾ എക്സ്പീരിയൻസ് സീംലെസ് ആക്കുകയും ചെയ്യും. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം ഇവിടെ പറയാം. യു ഐ ഇസ് നോട്ട് ലിമിറ്റഡ് ടു വിഷ്വൽ എലമെൻറ്റ്സ്. യു ഐ എപ്പോഴും വിഷ്വൽ ആവണമെന്നില്ല. നിരവധി ഫോമിലുള്ള യു ഐസ് എന്നുണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന യു ഐ അഥവാ ഫിഗ്മയിൽ ഉണ്ടാക്കപ്പെടുന്ന യു ഐ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അഥവാ ജി യു ഐ ആണ്. അതായത് സ്ക്രീൻസ്, ഐക്കൺസ്, മെനു ഒക്കെ ഇവിടെ വരുന്നതാണ്. വേറെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യു ഐ ഉണ്ട്. വോയിസ് ഇൻ്റർഫേസ് അഥവാ സ്പീച്ച് ബേസ്ഡ് സിസ്റ്റംസ്, അലക്സ, സിറി, ഓക്കെ ഗൂഗിളൊക്കെ. ഗസ്റ്റർ ഇൻ്റർഫേസസ് അഥവാ മോഷൻ ബേസ്ഡ് ടച്ച്ലെസ് ഗസ്റ്റേഴ്സ്, എ ആർ വി ആർ ഡിവൈസസിലൊക്കെ ഉള്ളത്. ഫിസിക്കൽ ഇൻ്റർഫേസസ്, ടാഞ്ചിബിൾ കൺട്രോൾസ്, നോബ്സ്, ബട്ടൺസ്, ഇതെല്ലാം. സ്റ്റിയറിംഗ് വീൽസ്, ഇതെല്ലാം ഇത് എക്സാമ്പിളാണ്. ചുരുക്കി പറഞ്ഞാൽ യു ഐ എന്ന് പറയുന്നത് ഹ്യൂമൺ അഥവാ യൂസറിൻ്റെയും സിസ്റ്റം റെസ്പോൺസിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു ലെയറാണ് അഥവാ ഒരു ലാംഗ്വേജാണ്. ഇനി നമുക്കൊരു എക്സസൈസ് ചെയ്താലോ? ഒരു ടെസ്റ്റ്. ഒരു അച്ചാറിൻ്റെ കുപ്പി മനസ്സിൽ സങ്കല്പിക്കുക. സിമ്പിൾ അച്ചാർ ബോട്ടിൽ. അതിൻ്റെ ഗുഡ് യു എക്സ് എന്താ, ബാഡ് യു എക്സ് എന്താന്ന് നമുക്ക് ഒരു പേപ്പറിൽ എഴുതി വെച്ചാലോ? ഗുഡ് യു എക്സ് എന്തൊക്കെയായിരുന്നു? ഈസി ടു ഓപ്പൺ ആണ്, അത് ലീക്ക് ആവുന്നില്ല, ക്ലിയർ ലേബലിംഗ് ഉണ്ട്, അതിലെ എക്സ്പയറി ഡേറ്റ് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ്. എന്നാൽ ബാഡ് യു എക്സ് എന്തൊക്കെയായിരിക്കാം? ലിഡ് സ്റ്റക്കായി, ഓയിൽ സ്പില്ല് ചെയ്യുന്നുണ്ട്, എക്സ്പയറി ഡേറ്റ് കാണാത്ത എവിടെയോ കൊണ്ടുപോയി പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ആക്ച്വലി യു എക്സ് ഇൻ ആക്ഷൻ.
UXന് എപ്പോഴും ഡിജിറ്റൽ ടൂൾസോ ആപ്പിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ചുറ്റുമുണ്ട് യൂസർ എക്സ്പീരിയൻസ്. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും റിലീജിയസ് ആയിട്ട് ഇത്തരം സിമ്പിൾ എക്സസൈസ് നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യുന്നത് ഡിസൈനർ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ കാണുന്ന പ്രൊഡക്ട്സിൻ്റെ ഗുഡ് UXും ബാഡ് UXും കണ്ടുപിടിച്ച് നോട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് മൊഡ്യൂൾ 0 ആണ്. മൊഡ്യൂൾ 1 നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബിഫോർ വി മൂവ് ഫോർവേഡ്, ലെറ്റ്സ് ബിൽഡ് ദ റൈറ്റ് മൈൻഡ് സെറ്റ്. നിങ്ങൾ ഈ ക്വാളിറ്റീസ് കൊണ്ടുവരണം. ക്യൂരിയോസിറ്റി, പേഷ്യൻസ്, കമ്മ്യൂണിക്കേഷൻ, പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ്, പ്രാക്ടീസ് ഓവർ പെർഫെക്ഷൻ, ഡോക്യുമെൻ്റ് യുവർ ജേർണി, ബിൽഡ് യുവർ പേഴ്സണൽ ബ്രാൻഡ്. ഇത്രയും കാര്യങ്ങൾ ഒരു നല്ല UX ഡിസൈനർ ആവാൻ അത്യാവശ്യമായിട്ടുള്ള മൈൻഡ് സെറ്റുകളാണ്. ഇനി ഒരു സിമ്പിൾ ക്വിസ് ആയാലോ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് UX? A. It focuses only on visual design. B. It is overall experience of using a product. C. It's about marketing a product. കറക്റ്റ് ആൻസർ എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ലെറ്റ് സമ്മറൈസ് ദിസ് മൊഡ്യൂൾ. ഈ മൊഡ്യൂളിൽ നിങ്ങൾ UX ഈസ് എ സ്ട്രാറ്റജിക് ഡിസിപ്ലിൻ ആണെന്ന് മനസ്സിലാക്കി. യു എക്സ്പ്ലോർഡ് 4 pillars ഓഫ് UXും UIയും എന്താണെന്നും അത് തമ്മിലുള്ള ഡിഫറൻസും നിങ്ങൾ മനസ്സിലാക്കി. ഒരു ഡിസൈനേഴ്സിനെ പോലെ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷണൽ മൈൻഡ് സെറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പ് നെക്സ്റ്റ് വി വിൽ ഡൈവ് ഇൻ ടു മൊഡ്യൂൾ 1, തിങ്ക് ലൈക്ക് എ ഡിസൈനർ. അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഒബ്സർവ്, ഹൗ ടു ക്വസ്റ്റ്യൻ ആൻഡ് ട്രാൻസ്ലേറ്റ് റിയൽ വേൾഡ് പ്രോബ്ലംസ് ഇൻ ടു ഡിസൈൻ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. അപ്പോൾ അടുത്ത മൊഡ്യൂളിൽ കാണാം. ബൈ.